ഹായ് ഗൈസ്, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഓണം നിവിൻ പോളി തൂക്കി എന്ന് തന്നെ പറഞ്ഞ് ഞാൻ തുടങ്ങുന്നത്. ഗിരീഷ് ഏടി, നിങ്ങളുള്ള എൻ്റെ ആരാധന ഒരുപാട് മേലെ മേലെ ഈ പടത്തിലും കൂടെ ആയപ്പോൾ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വണ്ണം ഒരു റേഞ്ചിലേക്ക് എത്തി എന്ന് പറയാം. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫഹദ് ഫാസിൽ, പിന്നെ ദിലീഷ് പോത്തൻ ആൻഡ് ശ്യാം പുഷ്കരൻ. ഇവർ മൂന്നുപേരും ചേർന്നാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഗിരീഷ് ഏടിയും കിരൺ ജോഷിയും കൂടെ ചേർന്നാണ്. സിനിമാറ്റോഗ്രഫി അജ്മൽ സാബു, എഡിറ്റർ ആകാശ്, നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. മ്യൂസിക്കൊക്കെ എടുത്തു പറയണം, അടിപൊളിയായിട്ട് സിനിമയിൽ അത്രയ്ക്ക് ഇംപ്ലിമെൻ്റ് ആയിട്ട് അത് കറക്റ്റ് ഒഴുക്കിൽ പോകുന്നുണ്ട് സിനിമയിൽ. സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നമ്മുടെ സിനിമയിലേക്ക് ഇന്നാവും. സിനിമ തൂക്കിയെന്ന് തന്നെ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിട്ടില്ലം സിനിമയാണെന്നുള്ള നമുക്ക് മനസ്സിലാവും. ആ ഒരു ഒഴുക്കിൽ കൊണ്ടുപോകാൻ, ആ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കഴിവ്, ഗിരീഷ് ഏടിയുടെ ഒരു കഴിവ് പറഞ്ഞേ പറ്റും. പുള്ളി ആ കാര്യത്തിൽ, ആ മനുഷ്യൻ നമ്മൾ ആ കഥകളിലും കഥാപാത്രങ്ങളിലും ആ 2 മണിക്കൂർ 37 മിനിറ്റ് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർന്നു പോയല്ലോ എന്ന് തോന്നിപ്പോയി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. ഈ വർഷം ഇറങ്ങി ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം നിവിൻ പോളി. സത്യം പറഞ്ഞാൽ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് സർവ്വമായയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് നിവിൻ പോളിയുടെ തിരിച്ചുവരവ് സർവ്വമായ അല്ല, ഈ പടമാണ് നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. നിവിൻ പോളി ആവട്ടെ, മമിത ബൈജു ഒക്കെ പുള്ളിക്കാരി എന്താ ചെയ്തു വച്ചിരിക്കുന്നത് ഒന്നും പറയില്ല. നിവിൻ പോളി മമിത ബൈജു മാത്രമല്ല, ഈ സിനിമയിലെ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ ചെയ്തിരിക്കുന്ന എല്ലാവരും തകർത്തഭിനയിച്ച പടം എന്ന് പറയാം. ത്രൂ ഔട്ട് ഈ 2 മണിക്കൂർ 37 മിനിറ്റും എല്ലാം ഉണ്ട്. എല്ലാം കറക്റ്റായിട്ട് അളവിന് കൊടുത്ത ഒരു സ്ക്രിപ്റ്റിങ്ങും, ഒഴുക്കിൽ പോകുന്ന പാട്ടുകൾ പോലും ഒരു അരോചകവും ഇല്ലാത്ത രീതിയിലൊന്നും കുത്തിക്കെറ്റിട്ടില്ല. കറക്റ്റ് ആ ഫ്ലോ നമ്മൾ അറിയുന്നില്ല. ഇന്റർവെൽ ആയി, പക്ഷേ അടുത്ത പടം തീരുമ്പോഴാണ് പടം തീർന്നു പോയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ. എല്ലാം കറക്റ്റ് ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥാപാത്രങ്ങളും എല്ലാം നമ്മൾ അതിൽ ആ ലോകത്തിലേക്ക് നമ്മളാവും. അത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു അയൽവക്കത്തെ ഒരു കഥാപാത്രം, നമ്മുടെ അയൽവക്കത്തുള്ളൊരു ആളായിട്ട് നിവിൻ പോളിയുടെ കഥാപാത്രം, മമിത ബൈജു, ഇവരുടെ ആക്ടിങ്ങിൽ അവർ കൊടുക്കുന്ന ഒരു 100% നാച്ചുറാലിറ്റി അത് ഈ പടത്തിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സംഗീതമുണ്ട്. നമ്മുടെ സുരേഷ് കൃഷ്ണ ചേരാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ സുരേഷ് കൃഷ്ണ ചേരാണ്. പുള്ളിയുടെ ഒരുപാട് ഇപ്പം ഒരുപാട് റെഫറൻസ് ഉണ്ട് ഈ പടത്തിൽ, ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞ് ചിലപ്പോൾ സ്പോയിലറായി. ഇപ്പം നിങ്ങൾ എന്തായാലും അതൊക്കെ കാരണം ഓരോ റെഫറൻസിനും അതിൽ പോലും ചിരിക്കാനും ഫണ്ണായിട്ടും ഒരുപാടുണ്ട്. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കാണേണ്ട ഒരു പടമാണ്. ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം ഇംപ്ലിമെന്റ് ഒരു കറക്റ്റായിട്ട് കൊടുത്തൊരു സ്ക്രിപ്റ്റിംഗ് ആണ്. റൊമാൻസിന് റൊമാൻസ്, ഇമോഷൻ, ഫാമിലിക്ക് ഫാമിലി, ഫ്രണ്ട്സിന് ഫ്രണ്ട്സ്, എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് ഒരു നമുക്ക് ലൈവ് ഇപ്പം നമുക്ക് ഒരു സമകാലികമായ ഒരു വിഷയവും കൂടെ ചർച്ച ചെയ്യുന്ന ഒരു ചിത്രം. 30 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷൻ അല്ലെങ്കിൽ അവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമുക്ക് നമ്മളെ തന്നെ, ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ജീവിതം നമുക്ക് നമ്മളെ തന്നെ കാണുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാരെ കാണുന്ന ജീവിതമായിട്ടാണ് ഫീൽ ചെയ്ത്. അതെല്ലാം ഇപ്പം മമിത ബൈജുവിന്റെ കഥാപാത്രമായാലും ശരി തന്നെയാണ്. എല്ലാം ഇപ്പൊ അച്ഛനമ്മമാരായിട്ട് അഭിനയിച്ചവർ പോലും അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു കിടിലം പടം. ഈ പടം തുടങ്ങി ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടും ഒന്നിനൊന്നിന് മെച്ചമെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. സാധാരണ ഏതെങ്കിലും ഒരു ഹാഫ് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫും ശരി, സെക്കൻഡ് ഹാഫും ശരി. ഇന്റർവെൽ പോയിന്റിൽ പോലും നമ്മൾ അതിലെത്തി ആ ഇന്റർവെൽ എന്ന് എഴുതി കാണിക്കുന്നിടത്ത് നമ്മൾ കട്ടു ഇന്റർവെൽ ആയോ എന്ന് നമുക്ക് ഉള്ളൊരു ചിന്ത വരുന്നത്. അതുവരെയും പടത്തിൽ ഇന്നായി ഇരിക്കുന്നൊരവസ്ഥ, ഇന്നായി കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അതിൽ ഗിരീഷ് ഏടി എന്ന് പറയുന്ന ഡയറക്ടറിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. പുള്ളിക്കാരൻ നെയിൽഡ് ഇറ്റ് എന്ന് വേണം പറയാൻ. ഇതിൽ എടുത്തു പറയാൻ ഇനി ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറയുന്ന ഒരുപാട് സമയം എടുക്കും. കാശ്മീർ സംഗീത ശിവനുണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്, വിനയ് ഫോർട്ട് ഒരു നല്ലൊരു എരപ്പം കഥാപാത്രത്തിൽ അഭിനയിപ്പിക്കുന്നുണ്ട്. പുള്ളിയുടെ നല്ല രീതിയിൽ ചെയ്തത് കൊണ്ടാണ് നമുക്കത് അത്രയും കവാലക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്ന ലെവലിലുള്ള ആക്ടിങ് വിനയ് ഫോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോഷൻ പുള്ളി കോമഡി ചെയ്യുന്ന ഒരുപാട് പേരുന്നുണ്ട്. നമ്മുടെ
ശ്യാം മോഹൻ എല്ലാം അവർ ഒരുപാട് പടത്തിൻ്റെ റെഫറൻസ് വരുമ്പോഴും അതെല്ലാം നല്ലൊരു കറക്റ്റ് അളവിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം ബോറായി പോകുന്നുള്ള സീൻസൊക്കെ കറക്റ്റ് അളവിൽ ആ ഒരു ഫൺ എലമെന്റ് എല്ലാത്തിലും ഉണ്ട്, എല്ലാ റെഫറൻസിലും. സുരേഷ് കൃഷ്ണചേട്ടൻ്റെ ഒക്കെ ഒരുപാടുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു രസം പോകും. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈച്ചൻ്റെ ഒരു ഡയലോഗിൽ പോലും എല്ലാ കഥാപാത്രങ്ങളിലും ഒരു ഡയലോഗിൽ ഫണ്ണുണ്ട്. നമ്മൾ ചിരിച്ചു പോകുന്നുണ്ട് ത്രൂ ഔട്ട്. ഈ തിയേറ്ററിൽ ഇരുന്ന് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഇരുന്ന് ഇത്രയും ചിരിച്ചു കണ്ടൊരു പടം ഈ ഇടക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ഓഡിയൻസ് കൈയടിച്ച് ആർപ്പ് വിളിച്ചായിരുന്നു ചിരിച്ചത്. അത് നമുക്ക് താനെ ഉണ്ടാകും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു പടം തീർന്നതിന് ശേഷം കൈയടിക്കുന്നത് ഞാൻ കേൾക്കുന്നു. അത് അങ്ങനെ ഉണ്ടാവുന്നതല്ല. ഒരു പടം തീരുമ്പോൾ കൈയടിക്കുന്ന ഒരു സീനറി അത് പ്രേക്ഷകർക്ക് തോന്നി ചെയ്യുന്നതാണ്. അതുപോലെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ വണ്ടർഫുൾ മൂവി. നിങ്ങൾ ഇത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. ഓണം നിവിൻ പോളി തൂക്കി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയൂ. ഇതിൽ കൂടുതലൊന്നും പടത്തിനെ കുറിച്ച് പറയാനില്ല. ഇനി ഞാൻ വിട്ടുപോയി ഒരുപാട് പേരുണ്ട്. അച്ഛൻ അമ്മ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് ചെയ്ത ഒരു പടം. നമുക്കിത് ഒരു ഒറിജിനൽ ലൈഫ് കാണുന്നത് പോലെയായിരുന്നു പടത്തിലെ. ഒറിജിനലായിട്ടുള്ള രണ്ടുപേരുടെ ആ ഒരു അവസ്ഥ നമുക്ക് കാണുന്ന ഒരു ഫീലായിരുന്നു. വേറെ ഞാൻ ഇനി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടേഴ്സിന്റെ പേര് പറയേണ്ടി വരും. സോ ഈച്ചാന്റെ പേരുമാണ് നിവിൻ പോളി, മമിത ബൈജുവിനൊക്കെ ഈ പടത്തിൽ എനിക്ക് വളരെയധികം ആരാധന തോന്നി. കാരണം പുള്ളിക്കാരി അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പടം. ഒരു പുള്ളിക്കാരുടെ റേഞ്ച് പുള്ളിക്കാരി ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രം. ബാക്കി എല്ലാവരും കൂടെ അഭിനയിച്ച എല്ലാവർക്കും ഓരോരുത്തരുടെ രീതിയിൽ ഫണ്ണായിട്ടുള്ള വന്ന കഥാപാത്രങ്ങളായാലും എല്ലാം. ആ സഹോദരന്റെ കഥാപാത്രം സംഗീതൊക്കെ ഇതിൽ സംഗീതിൻ്റെതായ ഒരു വേ ഓഫ് ആക്ടിങ് ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ കഥാപാത്രം ചെയ്ത പുള്ളിക്കാരൻ, അമ്മ കഥാപാത്രം എല്ലാം കറക്റ്റ് ഒരു അളവിൽ മിതമായ രീതിയിൽ ഓരോ കഥാപാത്രങ്ങളെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ശ്യാമിന്റെ കഥാപാത്രമൊക്കെ വരുമ്പോൾ പിന്നെ പുള്ളി വരുന്ന സ്കോർ ചെയ്യുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. അത് കൂടുതൽ പറയാൻ സ്പോയിലറായി ഇപ്പോൾ എന്തായാലും കാണാത്തൊരു പോയി അത് തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതൊക്കെ ഒരു രക്ഷയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രീതിയിൽ ചളിയായി പോകേണ്ട സാധനങ്ങൾ പോലും നല്ല രീതിയിൽ ഫൺ എലമെന്റായിട്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അത് ആ കറക്റ്റ് അളവിൽ ചെയ്തു വെക്കാൻ കഴിവുള്ള ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഒരുപാട് ഇതിൽ ഒരു ഡയലോഗ് പറയുന്നതിൽ പോലും നല്ല രീതിയിൽ കോമഡി വർക്കൗട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 സഹോദരിമാരായിട്ട് വന്ന കഥ. അതിൽ നമ്മുടെ ശ്രദ്ധയുണ്ട്, മീനാക്ഷിയുണ്ട്, പാർവതി. ഇങ്ങനെ ഒരു 3 സഹോദരിമാരുടെ അവരുടെ സീനുകൾ പോലും നമുക്ക് ഒരു എൻഗേജ്ഡ് ആയിരുന്നു. ഓരോ സീനിലും എൻഗേജ്ഡ് ആയിട്ട് പോയി. അതുപോലെ മുറച്ചെറുക്കനായിട്ട് വന്ന കഥാപാത്രം, സുരേഷ് കൃഷ്ണചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ, എല്ലാവരും ഒരു പേര് പറയുന്നത് കഴിഞ്ഞാൽ സമയം പറ്റാത്ത അവസ്ഥയിൽ എല്ലാവരും തകർത്ത് പൊളിച്ച് അഭിനയിച്ച പടം. ഇതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ പടം നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്താൽ വൺ മിസ് എന്ന് എനിക്ക് പറയാൻ പറ്റൂ. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഈ ഇത്രയും റിവ്യൂ കണ്ടവർക്കറിയാം, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞിട്ടില്ല. വൺ മിസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പടം നിങ്ങൾ മിസ് ചെയ്താൽ തിയേറ്ററിൽ മിസ് ചെയ്താൽ ഒരു വൺ മിസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തായാലും ഈ ഓണം നിവിൻ പോളിയും ടീമും തൂക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഓണത്തിന് നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലാതെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റിയ വൺ ഓഫ് ദ ഫാന്റാസ്റ്റിക് മൂവിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. സോ അടുത്ത് മറ്റൊരു സിനിമയുടെ റിവ്യൂയുമായി നിങ്ങളെ സന്ധിക്കും വരയ്ക്കും വണക്കം.